ഹലോ, ഞങ്ങൾക്ക് പാല് വെച്ചുണ്ട്. ആരാ പാല് വെച്ച? എൻ്റെ കൺട്രാക്റ്റിൻ്റെ. അതെ, നമ്മളതിന് പോവാണ്. പിന്നെ കുക്കുച്ചിയുടെ അടുത്ത് പോകണം. എല്ലാം കൂടെ ആയിട്ട് നമുക്കൊരു വീഡിയോ സെറ്റാക്കാം. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായി. ശരിക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് വീഡിയോയുടെ കാര്യമൊക്കെ മറന്നു. അപ്പോൾ സുഞ്ചേട്ടൻ എന്നോട് ചോദിച്ചു, എടീ വീഡിയോ എടുക്കുന്നില്ലേ? അപ്പോൾ എന്തോ സുഞ്ചേട്ടന് വീഡിയോ ഞാൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഞ്ചേട്ടന് ലോങ് വീഡിയോ ഒന്നും എടുക്കുന്ന അത്ര വീഡിയോയിൽ വരുന്ന അത്ര ഇഷ്ടമല്ലത്. പക്ഷേ ഇപ്പം നേരെ തിരിച്ചാൽ എനിക്കാണ് വീഡിയോയിൽ വരാൻ പാടും. സുഞ്ചേട്ടനാണ് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം. പിന്നെ നമ്മളൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു, കൊല്ലത്ത് തന്നെയുള്ള ഒരു കട, പ്രസൻറ്റേഷൻ വാങ്ങിക്കുക. അതെന്താ ഈ കാണുന്നതാണ് സുഞ്ചേട്ടൻ്റെ മുതലാളി. സുഞ്ചേട്ടൻ കുറേ നേരം പറഞ്ഞില്ലായിരുന്നു, ഇതാണ് സുഞ്ചേട്ടൻ്റെ മുതലാളി. ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് സുഞ്ചേട്ടനാണ് കേട്ടോ. അത് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്. അപ്പോൾ ഞാൻ ഫ്രീ, സാധാരണ എവിടെയെങ്കിലും പോകുന്ന നേരത്ത് ഞാനല്ലേ ഇങ്ങനെ വീഡിയോയും പൊക്കിക്കൊണ്ട് പോകുന്നത്. അതുപോലെ ഇവരെയൊക്കെ ഞാൻ അധികം പരിചയമില്ലാത്തത് കൊണ്ട് എനിക്കെന്തോ വീഡിയോ എടുക്കാനും ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ സുഞ്ചേട്ടൻ തന്നെ എടുത്തപ്പോൾ എനിക്കത് വലിയൊരു കാര്യമായി. അത് കഴിഞ്ഞ് ഞാൻ വീടിനകമൊക്കെ സുഞ്ചേട്ടൻ ഇപ്പം കാണിച്ചു തരും. സുഞ്ചേട്ടൻ അവിടെ എല്ലായിടത്തും പോയി നടന്ന് കാണുന്നു. ഇതാണ് ഇവിടെ നിന്ന് കുറേ ചേട്ടന്മാരില്ലായിരുന്നു. ഈ ചേട്ടനല്ല, സുഞ്ചേട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ചേട്ടന്മാരാണ്. സുഞ്ചേട്ടൻ എപ്പോഴും പറയും ചേട്ടന്മാരെ കുറിച്ച്. അത് ഞങ്ങൾ വീടിനകത്തൊക്കെ കയറി പാല് വെച്ച് പാലൊക്കെ കുടിക്കുമല്ലോ, അതൊക്കെ കുടിച്ചപ്പോഴത്തേക്ക് സുഞ്ചേട്ടൻ പോയി വീഡിയോ എടുപ്പ് തുടങ്ങി. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടോ? ഒന്നാമത്തെ വീട് റൂം കണ്ട, ഇത് ഓർമ്മ ഇവിടെ ഉണ്ട് കണ്ട. ഇത് രണ്ടാമത്തെ റൂമാണ് നമ്മളെ കൺട്രാക്റ്റിൻ്റെ. ബർത്ത്ഡേ റൂമാണ്. ഇപ്പോഴാണ് മറ്റുള്ള പാർട്ടിയിൽ നിന്ന് മറ്റേ ഫുഡ് കഴിക്കുന്ന സെറ്റപ്പൊക്കെ ചെയ്തേക്കുന്ന ഫ്രണ്ട്. എന്താ ഇതൊക്കെ ഈ ഷീറ്റ് വർക്കൊക്കെ നമ്മൾ ചെയ്തേ. ഇത് രണ്ടാമത്തെ റൂം. പിടിക്കണ്ട അവർ ഈ ചാനലിൻ്റെ പാവം സുഞ്ചേട്ടൻ എന്തൊക്കെയോ കാണിക്കുന്നു, എന്തൊക്കെയോ സംസാരിക്കുന്നു. ആദ്യമായിട്ടുള്ള സുഞ്ചേട്ടൻ ഇങ്ങനെ വീഡിയോ കൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ഇനി പോകെ ബെറ്റർ ആവുമെന്നാണ് എന്നോട് പറഞ്ഞത്. സുഞ്ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സുഞ്ചേട്ടൻ വീഡിയോ ഒക്കെ എടുക്കും സുഞ്ചേട്ടാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് സുഞ്ചേട്ടൻ ഞാൻ എടുക്കാം. ഇതിന് മുമ്പ് ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ പയ്യെ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഞങ്ങൾ അവിടെ അടുക്കളയിൽ പോയി. അടുക്കള ഞാൻ അവിടെ ഒന്നും കണ്ടില്ലായിരുന്നു. ശരിക്കും ഞാൻ ഈ റൂമുകളൊക്കെ ഈ വീഡിയോയിൽ കൂടെ കണ്ട. ഞാൻ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് ഞാൻ അടുക്കള ഞാൻ പോയിട്ടുണ്ടായിരുന്നു, വെള്ളം കുടിക്കാനും കണ്ടു പോയായിരുന്നു. അങ്ങനെ ഈ വീഡിയോ പക്ഷേ സുഞ്ചേട്ടൻ എടുത്ത കേട്ടോ. ഞാൻ പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞാൻ പോയത്. ഈ ചേട്ടന്മാർ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഞ്ചേട്ടനോട് ഞാൻ ചോദിച്ചപ്പോൾ സുഞ്ചേട്ടൻ പറഞ്ഞു, ഇത് നമ്മുടെ ഉള്ള 2 പയ്യന്മാരാണ്, നമുക്കറിയാവുന്ന പയ്യന്മാരാന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ വീട്ടിൽ വന്നിട്ടാണ് ഞാൻ കണ്ടത്. അത് ഞാൻ മെഴുകുതിരി കത്തിക്കുന്ന സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സുഞ്ചേട്ടനോട് പറഞ്ഞു, സുഞ്ചേട്ടാ നമുക്ക് അതുപോലെ ഒരെണ്ണം വാങ്ങിക്കണമെന്ന്. അത് ഞാൻ കൊച്ചേൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ ഫുഡ് കഴിക്കായിരുന്നു. ഞാൻ ഫുഡ് കഴിക്കാൻ വന്നപ്പോഴത്തേക്ക് കൊച്ചെ അവിടെ നിന്ന് ഫുഡ് കഴിക്കായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് സുഞ്ചേട്ടൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ വെള്ളം കുടിക്കാൻ പോയപ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡ് എന്തോ ഒരു ഒതുങ്ങിയൊരു കിടിലൻ വീട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചല്ല, നമ്മൾ ഒരു 1.5-2 മണിക്കൂറായെന്ന് തോന്നുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. സുഞ്ചേട്ടനോട് പറഞ്ഞു, സുഞ്ചേട്ടാ പോസ് ഞാൻ വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ സുഞ്ചേട്ടൻ ഡാറ്റയൊക്കെ കാണിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് കുഞ്ഞാടെ വീട്ടിലോട്ടാണ്. കാര്യം അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ കുഞ്ഞാടെ വീട്ടിലോട്ട്. അപ്പം നമ്മൾ വെച്ച് കുഞ്ഞേയും കൂടെ കണ്ടിട്ട് പോകാം. കാര്യം കുറേ നാളായില്ലേ കുഞ്ഞെ കണ്ടിട്ട്, അപ്പോൾ കുഞ്ഞേയും കൂടെ കണ്ടിട്ട് വന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്ക് കുഞ്ഞാടെ വീഡിയോ എടുക്കാൻ തോന്നിയില്ല. കാര്യം കുഞ്ഞാടയ്ക്ക് ഒട്ടും വയ്യായിരുന്നു, മുഖത്തൊക്കെ നീരായിട്ടിരുന്ന. കുഞ്ഞ് നേരെയായിട്ടിരിക്കുമ്പോൾ ഞാൻ രസം കുഞ്ഞെ വീഡിയോയിൽ കൊണ്ടുവരാം. അങ്ങനെ അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ കുഞ്ഞെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തുടങ്ങുമായിരുന്നു. കൊച്ച് എന്തോ കണ്ണിലിങ്ങനെ നീരായിട്ടേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി. ശരിക്കും ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞിട്ടില്ലായിരുന്നു, ഞങ്ങൾ കുക്കുച്ചിയുടെ അവിടെ പോകാൻ പറ്റിയില്ല. കാര്യം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റായി. അപ്പം ഞങ്ങൾ നേരെ ഇങ്ങി വന്ന് പിന്നെ ഒരു ദിവസം പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര ദാഹം. എന്താ ദാഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുവാ ഞാൻ വെച്ച് ചൂടിൻ്റെ ആയിരിക്കുമെന്ന്. പക്ഷേ സുഞ്ചേട്ടനോട് പറയാം, അല്ലടി ഇത് ബിരിയാണി കഴിച്ചതിൻ്റെയാണ്. അങ്ങനെ ഞാൻ സുഞ്ചേട്ടനും കൂടെ കയറി ഞാനൊരു ഓറഞ്ച് ജ്യൂസും സുഞ്ചേട്ടനും ഒരു ഓറഞ്ച് സോഡ. ഞാൻ ആദ്യമായിട്ട് അത് കേൾക്കുന്നത് തന്നെ. പക്ഷേ അതെന്തോന്നറിയാമോ, എന്തോ നാരങ്ങ വെള്ളത്തിനത് സോഡ ചേർക്കുന്നത് അതല്ല, എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എനിക്കെൻ്റെ ഓറഞ്ച് ജ്യൂസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല മധുരം എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഓറഞ്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നല്ല ടേസ്റ്റുള്ള ഓറഞ്ച് പക്ഷേ വാങ്ങിക്കാൻ പറ്റില്ല. ഞങ്ങൾ പിന്നെ എന്തോ സംസാരിച്ചോണ്ടിങ്ങി വന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി.
വീട്ടിൽ വന്നു സുഖമായിട്ട് കിടന്നുറങ്ങി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരുന്നു, ഭയങ്കര വെയിലല്ലായിരുന്നോ. അതുപോലെ ഇവിടുന്ന് അവിടെ വരെ പോയിരുന്നപ്പോഴത്തേക്കൊക്കെ നടുവേദന എടുത്ത്. അങ്ങനെ ഞാൻ വന്ന് കിടന്ന് അപ്പോഴേ ഉറങ്ങി. സിഞ്ചേട്ടൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ, സിഞ്ചേട്ടൻ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഉറക്കമൊക്കെ എഴുന്നേറ്റ് വന്നപ്പോഴത് അയ്യോ വീഡിയോ അവസാനിപ്പിച്ചില്ല, വീഡിയോ എവിടെയോ സ്റ്റക്കായി നിൽക്കുന്നു. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ബൈ ബൈ ഒക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.